ഹമാസ് പിടിയിൽ നിന്ന് മോചിതരായ 6 ഇസ്രായേൽ ബന്ദികളുമായി കൂടിക്കാഴ്ച നടത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇസ്രായേലിലെ ബന്ദികളുടെ മോചനത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനകളാണ് പ്രസിഡന്റുമായുള്ള ഏറെ സുപ്രധാനമായ കൂടിക്കാഴ്ചയ്ക്ക് നേതൃത്വം കൊടുത്തത്. ബന്ദികളെ മോചിപ്പിക്കാനും ഇസ്രായേലിനൊപ്പം പ്രവർത്തിക്കുന്ന ഡൊണാൾഡ് ട്രംപിന് കൂടിക്കാഴ്ചയിൽ അവർ നന്ദി രേഖപ്പെടുത്തി. ഹമാസ് തടവിൽ തങ്ങൾ നേരിട്ട ഓരോ നടപടികളും അവർ പ്രസിഡന്റ് ട്രംപിന് മുൻപിൽ വ്യക്തമാക്കി. എല്ലാം ക്ഷമയോടെ കരുണയോടെ കേട്ടിരുന്നു ലോകക്രമത്തെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്ന ട്രംപ് എന്ന ഒരേയൊരു നേതാവ്. ബുധനാഴ്ചയാണ് 6 ഇസ്രായേൽ ബന്ദികളുമായുള്ള കൂടിക്കാഴ്ച വാഷിംഗ്ടണിൽ നടന്നത്. ദി ഹോസ്റ്റേജസ് ഫാമിലി ഫോറവും ഹോസ്റ്റേജസ് എയ്ഡും ചേർന്നാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് നേതൃത്വം കൊടുത്തത്. ഡോറൻ സ്റ്റെയിൻബ്രിച്ചർ, ഏലി ഷറാബി, നാമ ലെവി, ഇയർഹോൺ, ഒമർ ഷെംതോവ്, കീത്ത് അവീവ് സീഗൽ എന്നിവരാണ് ട്രംപിനെ സന്ദർശിച്ച മോചിപ്പിക്കപ്പെട്ട ബന്ദികൾ. ഇവർ ട്രംപുമായി സംവദിച്ചു. എല്ലാ ബന്ദികളെയും ഉടനടി മോചിപ്പിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ഊന്നിപ്പറയുകയും ചെയ്തു. ശേഷം വാഷിംഗ്ടൺ ഡിസിയിൽ ഒക്ടോബർ 7 ആക്രമണത്തിന്റെ ഓർമ്മയ്ക്കായും ബന്ദികളുടെ മോചനത്തിനായും പ്രവർത്തിക്കുന്ന കേന്ദ്രത്തിലും 6 പേര് സന്ദർശനം നടത്തി. അവിടെ സ്ഥാപിച്ചിരുന്ന ബന്ദികളുടെ പോസ്റ്ററുകളിലും അവരോരോരുത്തരും സ്വന്തം ചിത്രങ്ങൾ ആലേഖനം ചെയ്ത പോസ്റ്ററുകളിലും ഓരോരോ സന്ദേശം എഴുതുകയുണ്ടായി. സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും സന്ദേശങ്ങൾ അവർ പങ്കുവച്ചു. ഒമർ ഷെംതോവ് എഴുതിയത് നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും കഠിനാധ്വാനത്തിനും നന്ദി എന്നാണ്. ഇവിടെ വന്നതിൽ എന്തൊരു സന്തോഷമെന്നും എല്ലാവരുടെയും എല്ലാ ശ്രമങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് നാമ ലെവി തന്റെ നന്ദി അറിയിച്ചത്. ഒക്ടോബർ 7 ആക്രമണത്തിൽ ഭാര്യയും 2 പെൺമക്കളും നഷ്ടപ്പെട്ട ഏലി ഷറാബി ഉൾപ്പെടെയുള്ളവർ തങ്ങളുടെ നന്ദിയും സ്നേഹവും പങ്കുവച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷക്കീന ന്യൂസ്.